ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പരിചയം കൊടുക്കും. ഇതൊക്കെ നോർമലായാണ്. എന്റെ പറയുന്ന കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഏതൊരു പുരുഷനും സ്ത്രീയോടുള്ള ഒരു എന്താ പറയാ ശാരീരികമായിട്ടുള്ള ആകർഷണം അത് പിന്നെ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇനിയിപ്പോ 10-15 വർഷം കഴിഞ്ഞിട്ടും ഭാര്യയോടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ഒരു കുറവ് വരുന്നില്ലെങ്കിൽ അവർ ഈ വയസ്സായിരിക്കും സാർ. എനിക്ക് ഭാര്യയല്ലാതെ സ്കൂളിൽ പഠിപ്പിക്കുന്നവര് അതെന്റെ ഓർമ്മയാണ്. മനസ്സിൽ എന്തോ തോന്നിയാൽ മരണം വരെ കണ്ണുടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് തുറക്കേണ്ടതായതിനാണ്. അതെ, ചോദിക്കൊണ്ടൊന്നും തോന്നിട്ട് പറയുന്നത് നിങ്ങളുടെ മാരേജിലെ ഫുൾ പൊട്ടൻഷ്യൽ ഭാര്യ ഭർത്താവും കൂടി അവരുടെ മുന്നിലാക്കി നമുക്ക് ബില്ല് പറയാം. അതേ കൊണ്ടാണ് ഒരു ഭയങ്കര ഇത് ശരിയാവില്ല കേട്ടാ. എന്റെ ഒന്നുമില്ല. അതെ, ഇനി ഞാൻ എന്റെ ഭാര്യയ്ക്ക് എനിക്ക് തന്നെ തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്കുള്ള സ്നേഹമുണ്ട്. പക്ഷെ എനിക്ക് എന്റെ തന്നെ ഫീലിംഗ്സ് അങ്ങനെ തൊടാതെ മാറ്റ ഭാര്യ ആമ്പിളാരോട് ഒളിച്ചു കൊടുക്കാൻ
കോൺവെന്റ് പോണേ ഒരു മലയാളത്തിൽ തന്നെ എന്ത് ഭാഷയാണ് ഭാസ്കരൻ മാസ്റ്റർ അപ്പൊ നിനക്ക് ഭാഷ അറിയാം. ടി വി ഷോകളിൽ പാടാൻ വരുന്ന കൊച്ചു കുട്ടികളുടെ മുമ്പിൽ എന്നുള്ള ഭാഷയൊക്കെ അതുകൊണ്ട് നാട്ടിലേക്ക് എടുക്കാനില്ല. അടുത്തത്തെ കാര്യം വെല്ലുവിളിക്കും. അതെ, മേലാൽ നീ ആണും പെണ്ണുങ്ങളുടെ ഭാഷ സംസാരിക്കും. സംസാരിക്കണം. നിന്നെയൊക്കെ വ്യത്യസ്ത ഭാഷ ഏതാ ഇങ്ങനെ വൃത്തി കിടക്കുന്നില്ലേ? അവരെ നോക്കിക്കൂടാ. പിടിച്ചോ ഞങ്ങൾ പിടിച്ചു മാഷുണ്ട് നിങ്ങളൊരു അധ്യാപകനല്ലേ ഇങ്ങനെ കള്ളു കുറിച്ച് പൊതു സ്ഥലത്ത് ബഹളം ഉണ്ടാക്കുന്നത്? നാണക്കേടല്ലേ മകൻ? എന്നെ ഓർമ്മയുണ്ടോ മാഷൻ? ഇന്ദിരാ കോളേജിലെ സാങ്കേതികത്തിന് മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ മാഷ വന്ന് കാണുകയും ചെയ്തു. പേര് പോൾ വന്നു. വണ്ടിക്കെട്ടുകളെ കളിച്ചാക്കോളവ് അഞ്ചിപ്പൂടി ഓർമ്മയുണ്ട്. അന്ന് ഡിഗ്രിയുടെ എക്സാമിനേഷൻ എഴുതാൻ വരുമ്പോ നിനക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും പാട്. അതൊക്കെ വലിയ ഓർമ്മ പോട്ടെ. അതെ, നേരെ വിളിച്ചുകൊണ്ട് കേസാണ്. പെൺകുട്ടിയെ പബ്ലിക്കിന്റെ മുന്നിൽ മാനം കെട്ടാൻ നോക്കിയെന്നുള്ള നീ പെണ്ണിന്റെ ചന്തിക്ക് അവർ പറഞ്ഞറിയാമോ? എന്റെ ഭാഷ എടുത്ത് തിരിച്ചു മാഷ ഒരിക്കലും എന്നെ പഠിപ്പിച്ചു എന്നുള്ള ബഹുമാനം പറയും. കേസ് ഏറ്റെടുക്കാൻ അയാളെ തയ്യാറായിരുന്നു. മാഷ പിടിച്ചു മാറ്റാൻ തന്നാണെന്ന് ഞാൻ വരുത്തി തീർക്കണം. പക്ഷെ വെറുതെ പറഞ്ഞേക്കാൻ എനിക്ക് പറ്റും. ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടയടച്ച റിപ്പീറ്റുമായിട്ട് വരാൻ അങ്ങനെയൊക്കെ വല്ലവരുടെ കടലിലേക്ക് ചാരി വെച്ചിട്ടായിരിക്കും രക്ഷപ്പെടുന്നത്. നാളെ നേരം തുറന്നാലേ കേസെന്ന് കോടതിയിലെത്തും. മാഷ് സസ്പെൻഷനിലോ? മാഷെ ഈ സമയത്ത് എന്താണ് പ്രാക്ടീസ് വെച്ചിട്ട് വരാൻ അറിയുന്നുണ്ടാവും. ബന്ധുക്കൾ ആരെങ്കിലും മതി. എനിക്ക് അവർക്ക് പിന്നെ സ്ഥലങ്ങൾ കൊണ്ടോ അതിന്റെ പേര് എന്നാ പിന്നെ പെട്ടെന്ന് വിളിക്കും മാഷെ. നമ്പർ എന്റെ ഭാര്യ വിളിച്ചിട്ട് സ്റ്റേഷനില്ല.